ഹായ് ഗൈസ്, ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞിട്ട് വേണം അടുത്ത വീഡിയോയിലോട്ട് കിടക്കാൻ എന്നുള്ളത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തീരുമാനിച്ചൊരു കാര്യമാണ്. വേറൊന്നല്ല, ഇതിന് തൊട്ട് മുൻപ് ഞാൻ ഇട്ടൊരു ലെങ്തി വീഡിയോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ ഒട്ടും ആ വീഡിയോയ്ക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചതല്ല. മെയിൻ ആയിട്ടുള്ള റീസൺ എന്തായിരുന്നു വെച്ചാൽ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെടുത്ത വീഡിയോ ആയിരുന്നു. പിന്നെ അതിനകത്ത് ഞാൻ എൻ്റെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അതിനകത്തുനിന്ന് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്നോ അങ്ങനെയൊന്നും. എന്നാൽ അതിൽ ഒരുപാട് സ്ട്രേഞ്ചേഴ്സിന്റെ കമന്റ്സ് വന്നു. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് രണ്ടുപേരും മെസ്സേജ് അയച്ചു, അതായത് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞോണ്ട് കേട്ടോ. ഞാനത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഓക്കെ, കമന്റ് ഒക്കെ നമുക്ക് സ്ട്രേഞ്ചേഴ്സിൻ്റെ നിന്ന് വരും. പക്ഷെ ഒരാളെ എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കാൻ മാത്രമൊക്കെ ഞാൻ അങ്ങോട്ട് അത്രയൊക്കെ എനിക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആ വീഡിയോ ഒരുപാട് പേർക്ക് റിലേറ്റഡ് ആയി എന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ അവർക്ക് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് എല്ലാവർക്കും, വീഡിയോ കണ്ടവർക്കും, സപ്പോർട്ട് ചെയ്തവർക്കും, കമന്റ് ചെയ്തവർക്കും, മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാനപ്പം ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ എന്തിനെ പറ്റിയിട്ട് സംസാരിക്കുക. എല്ലാവർക്കും ആ ടോപ്പിക് ഇഷ്ടമായി, അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഇനി അടുത്തത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണ് സംസാരിക്കുക എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് സ്കൂൾ തുറന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, അപ്പൊ നമുക്ക് ടീച്ചേഴ്സിനെ പറ്റി സംസാരിക്കാന്ന് ഓർത്തു. അതെ, എല്ലാവരുടെ ലൈഫിലും ഒരു മറക്കാനാവാത്ത ഒരു ടീച്ചറെങ്കിലും ഉണ്ടാവും. ഉണ്ടാവാതെ ഒരിക്കലും ഒരാളുടെ ലൈഫ് കടന്നു പോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ യെസ്, നമുക്ക് ആദ്യം ടീച്ചേഴ്സിനെ പറ്റി സംസാരിക്കാം. ഞാൻ ഈ പറയാൻ പോണ കാര്യം എത്ര പേർക്ക് റിലേറ്റ് ആവും, എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇനി എന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണോ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. ഞാൻ തികച്ചും എന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ടീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ചെറിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റുവാണെങ്കിൽ ഫുള്ള് വരെ കാണാൻ നോക്കുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളോടൊപ്പം തന്നെ ചില ടീച്ചേഴ്സ് ആ വാക്കിന് അർഹര് പോലും അല്ലാത്ത ആൾക്കാരുണ്ട്. സോ അവരെ പറ്റിയിട്ടാട്ടോ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് കുറെ പേരൊക്കെ പറയത്തില്ലേ, നമുക്ക് ഗുരുത്വം വേണം, ടീച്ചറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. പക്ഷേ അതിനൊന്നും അർഹരല്ലാത്ത ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ടീച്ചേഴ്സ് ആണെന്ന് വെച്ചിട്ട് എന്തും ചെയ്യാം, എങ്ങനെയും ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്താലും നമുക്ക് നല്ലതാണ്, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ ലൈഫിൽ വന്ന ടീച്ചേഴ്സിൽ എല്ലാവരും അല്ല, പക്ഷെ കുറച്ച് പേര് വളരെ മോശം ക്യാരക്ടർ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കരുതി ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്നെ നഴ്സറിയിൽ, അതായത് നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും നഴ്സറി, അംഗനവാടി ആ ഒരു ഏജ് ടൈമിലായിരിക്കുമല്ലോ. സോ എന്നെ നഴ്സറിയിൽ ഞാൻ നഴ്സറിയിൽ 2 കൊല്ലം ഇരുന്ന ഒരാളാണ്. അംഗനവാടിയിലോ കാര്യങ്ങളോ ഒന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് എൻ്റെ ടീച്ചർ എന്ന് പറയുന്നത് പ്രസന്ന ടീച്ചർ ആയിരുന്നു കേട്ടോ. എൻ്റെ നഴ്സറിയിലെ 2 കൊല്ലം ആ ടീച്ചർ തന്നെയായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള സ്കൂൾ തന്നെയാണ് ഞാൻ പഠിച്ചത്. ആ സ്കൂളിൽ ഇപ്പോഴും നഴ്സറിയിൽ പഠിപ്പിക്കുന്നത് ആ ടീച്ചർ തന്നെയാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന എല്ലാവർക്കും പ്രസന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ഫീലാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്കൂള് ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനും അമ്മയെ പിരിയാനൊക്കെ ഉള്ള ഒരു വിഷമം, പിന്നെ നമ്മൾ കുഞ്ഞി കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഒട്ടും പറ്റില്ലല്ലോ. ആ സമയത്ത് ആ ടീച്ചർ വളരെ നന്നായിട്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, എന്താ പറയുക, ഒരു അമ്മയെ പോലെ നമ്മളെ നോക്കി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ചേച്ചിയെ പോലെ നമ്മളിങ്ങനെ ഇങ്ങനെ കൈക്കുമ്പലിലെടുത്ത് നടക്കുക എന്ന് പറയത്തില്ലേ, അതേ കണക്കായിരുന്നു ആ ടീച്ചർ കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മടിയിലിരുത്തി ഫുഡൊക്കെ തരും. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടുവരും. അതായത് നമ്മുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട്. മേ ബി എല്ലാ നഴ്സറിയിലെ ടീച്ചേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ആ ടീച്ചർ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കാരണം ആ ടീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകാൻ യാതൊരു പേടിയും വേണ്ട. അതേസമയം ടീച്ചർ എങ്ങനെ ലീവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് പോകാന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു കേട്ടോ. എന്നാൽ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ക്ലാസ്സിലോട്ട്, അതായത് 1ാം ക്ലാസ്സിലോട്ട് എൻ്റർ ആയി. 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറെ ഞാൻ സീരിയസ്ലി പറയാം, എനിക്ക് പുള്ളിക്കാരി എൻ്റെ ടീച്ചറാണെന്ന് പറയാൻ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ബിക്കോസ് ആ ടീച്ചർക്ക് ടീച്ചർ ആവാനുള്ള യാതൊരു യോഗ്യതയില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അത് എൻ്റെ തോന്നലായിരിക്കാം, എൻ്റെ തെറ്റായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നി എനിക്കത് പറയണമെന്ന്. ഒരു ടീച്ചർ എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ബെസ്റ്റ് ഉദാഹരണം എനിക്ക് 1ാം ക്ലാസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അന്നേരം നമുക്ക് വലിയ ബോധമൊന്നുമില്ല, നമ്മൾ വളരെ കുഞ്ഞു കുട്ടിയാണ്. അതായത് 1ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 6 വയസ്സ് 7 വയസ്സ് ആ ഒരു റേഞ്ചല്ലേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനോ സംസാരിക്കാനോ ഇതിനെപ്പറ്റി നമുക്ക് അറിയില്ല, നമ്മൾ വളരെ ചെറുതല്ലേ. പക്ഷെ പിന്നീട് അങ്ങോട്ട് വളർന്ന് വന്നപ്പോഴാണ് ആ ടീച്ചർ ശരിക്കും ഒരു ടീച്ചർ ആവേണ്ട ടീച്ചർ അല്ല, ആ ടീച്ചർ ആവേണ്ട വ്യക്തി അല്ല എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തല്ലുന്നതോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതോ ചീത്ത പറയുന്നതൊന്നും തെറ്റാന്ന് ഞാൻ പറയത്തില്ല. കുട്ടികളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോൾ ടീച്ചേഴ്സ് ശിക്ഷിക്കാം എന്ന് വെച്ചിട്ട് ഒരു തെറ്റുണ്ടായാൽ അത് തെറ്റാണെന്ന് പോലും പറഞ്ഞു കൊടുക്കാതെ, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടി ചെയ്ത തെറ്റ് എന്ന് പോലും ആ കുട്ടിക്ക് അറിയാനുള്ള ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ആ കുട്ടിയെ എല്ലാവരുടെയും ചുറ്റും നിർത്തിയിട്ട് ഇങ്ങനെ 2 കൈയും കൂട്ടി പിടിച്ച് വടി കൊണ്ട് നല്ലോണം അടിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പേഴ്സണലി അനുഭവിച്ചൊരു കാര്യമാണ് കേട്ടോ. അത് എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് തന്നെയാണ്. ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഇന്റർവെൽ ടൈമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാവരും നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളാണ്, വീടിനടുത്തുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ പഠിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ഏരിയ, അതായത് ഞങ്ങളുടെ വീട് ഒരു ഉള്ളിലോട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു കുഞ്ഞു സ്കൂളാണ്. ആ സ്കൂളിൽ പഠിക്കുന്നത് ആ ചുറ്റുപാടുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെയാണ്.
അപ്പോൾ എനിക്ക് നല്ലോണം അറിയുന്ന എൻ്റെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് പോലെയുള്ള ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവനിങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തോ ഒരു അബദ്ധത്തിൽ ഞാൻ അവനെ ഒരു തെറി വിളിച്ചു. തെറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പട്ടി നിങ്ങാണ്ട് ഞാൻ വിളിച്ചു. ഓക്കെ, അത് നമുക്ക് ആ സമയത്ത് സീരിയസ്ലി നമുക്ക് അത് തെറിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ തെറി വിളിക്കണം എന്നുള്ള ഒരു ഇതിലോ അങ്ങനെയൊന്നല്ല, നമ്മൾ എന്തോ ഒരു ഇതിൽ അങ്ങ് വിളിച്ചു. അവനപ്പോൾ പറഞ്ഞു ഞാൻ ടീച്ചറോട് എന്തായാലും പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ്, മീൻസ് കുട്ടികളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തെങ്കിലും ടീച്ചർ അവനെന്നെ തല്ലി അവനെന്നെ നുള്ളി അങ്ങനെയുള്ള രീതിക്ക് നമ്മൾ പോയി പറയുമല്ലോ. അതേപോലെ അവൻ ടീച്ചറോട് പോയി പറഞ്ഞ് അത് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഇന്റർവെൽ ആയിരുന്നു. പോയി പറഞ്ഞ് പിന്നെ അവൻ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും പാച്ചപ്പായി, ഞങ്ങൾ നല്ല കമ്പനിയൊക്കെ വീണ്ടും ഞങ്ങൾ കളിയൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ കണ്ണുപൊത്തി കളിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്റർവെൽ കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലോട്ട് കയറി ടീച്ചർ ഒരു ചൂരലുമായിട്ട് വന്നു. നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല ഇത് എന്തിനാ വരുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മളെല്ലാവരും, ഇവൻ ഞാൻ മറന്നു, അവൻ മറന്നു, എല്ലാവരും ഇത് ആർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം ഞാനും അവനൊക്കെ പാച്ചപ്പായല്ലോ, നമ്മൾ പിന്നെയും ഓരോ കളികളൊക്കെ തുടങ്ങിയല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ടീച്ചർ എന്നെ, ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ബെഞ്ചിലിരിക്കുന്നു. ടീച്ചർ എന്നെ അവിടെ നിന്ന് കയ്യെ പിടിച്ച് വലിച്ച് നടുവിലോട്ട് നിർത്തി, അതായത് ക്ലാസ്സിന്റെ നടുവിലോട്ട് നിർത്തി. എന്നിട്ട് എനിക്ക് മനസ്സിലായത് പോലുമില്ല എന്താ സംഭവിക്കണം. നമ്മൾ ഒന്നാമത് 1ാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 6 വയസ്സ് ആ ഒരു ഏജല്ലേ ഉള്ളൂ. ആ ഏജിൽ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ടീച്ചറിന്റെ 2 കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നല്ലോണം ഇങ്ങനെ തല്ലി. ഞാൻ ടീച്ചറെ തലയിലോട്ട് ഞാനിങ്ങനെ ചുറ്റുക. ടീച്ചർ ഇങ്ങനെ എന്നെ ചുറ്റി നല്ലോണം തല്ലി. എന്നിട്ട് അതിനിടയ്ക്കാണ് ടീച്ചർ ഇനി നീ തെറി വിളിക്കോ ടീച്ചർ അങ്ങനെ തല്ലിക്കൊണ്ടേ ഇരിക്കുക. എനിക്ക് സത്യം പറഞ്ഞ ടീച്ചർ എന്തിനാ തല്ലണതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയാണ് അത് കഴിഞ്ഞിട്ട് അവൻ എണീച്ച് നിന്നിട്ട് കരഞ്ഞു. ടീച്ചറെ അത് കുഴപ്പമില്ല ടീച്ചറെ, അവൻ എണീച്ച് നിന്ന് കരഞ്ഞു. കാരണം ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത വീടും അങ്ങനെയൊക്കെ ആയിരുന്നു. അന്നേരം അവൻ എണീച്ച് നിന്ന് കരഞ്ഞു. അപ്പൊ ടീച്ചർ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ വീണ്ടും, അതായത് എനിക്ക് തോന്നുന്നു ഒരു 6 or 7 അടിയെങ്ങാനും എന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ പോയിരുന്ന് കരഞ്ഞ്. ലാസ്റ്റ് അവൻ എന്നോട് സോറി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിലോട്ട് പോകുന്നതും വരുന്നതും. ഓക്കെ, അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞു ഞാനിതൊന്നും അറിഞ്ഞില്ല, ടീച്ചർ ഇങ്ങനെ തല്ലും കരുതിയില്ല, ഞാൻ അറിയാതെ പോയി പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് അവൻ, മീൻസ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഏജ് അല്ലേ, അങ്ങനെയൊക്കെ അവൻ പറഞ്ഞു. പക്ഷെ പിന്നീട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, അത് നമ്മുടെ ആ ഒരു ദിവസമൊക്കെ കഴിഞ്ഞു. പക്ഷെ പിന്നീട്, അതായത് ഒരുപാട് വളർന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അന്ന് എനിക്ക് കിട്ടിയ അടി എന്തിനാന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ അവനെ ഒരു വാക്ക് വിളിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് എനിക്ക് അടി കിട്ടിയത് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഓക്കെ, സോ എന്നോട് എനിക്ക് ഒരു തവണ വാണിംഗ് തരണം, നീ അങ്ങനെ വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് വാണിംഗ് തന്നു. പിന്നെയും ഞാനത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്നെ തല്ലുന്നതിൽ യാതൊരു തെറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ വിളിച്ചതിനെ എന്നെ ചീത്ത പറഞ്ഞതിനെ കൂടെ, ചീത്ത പറഞ്ഞതിന് ശേഷമാണെങ്കിൽ കൂടെ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇനി അതൊക്കെ പോട്ടെ, തല്ലിക്കോട്ടെ, ഒരു തല്ലാണെങ്കിൽ കൂടെ കുഴപ്പമില്ലായിരുന്നു. സാധാരണ ഇങ്ങനെ കൈ നീട്ടിയിട്ട് കയ്യിലാണല്ലോ അടിക്കുക, അങ്ങനെ ഒന്നാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. യാതൊരു മുന്നറിയിപ്പില്ലാതെ എല്ലാവരും കൂടെ കളിച്ച് തിരിച്ചിരിക്കുമ്പോൾ എന്നെ പെട്ടെന്ന് പിടിച്ച് വലിച്ച് ക്ലാസിന്റെ നടുവിൽ നിർത്തി ഒരുപാട് ഇങ്ങനെ തല്ലുക എന്ന് പറയുമ്പോൾ അത് ടോട്ടലി എനിക്ക് ഇപ്പോഴും 6 വയസ്സിൽ നടന്നൊരു കാര്യം ഈ 25ാമത്തെ വയസ്സിൽ ഞാൻ നല്ല ക്ലിയർ കട്ട് പിക്ചറായിട്ട് ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്നെ എത്രമാത്രം അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഈ ചെറുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറന്നുപോകില്ല. നമ്മൾ എപ്പോഴും അത്, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു 1 or 2 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ മറന്നുപോകും. അതേസമയം വളരെ ചെറുപ്പത്തിൽ നമുക്ക് നടന്നൊരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ആ ഇമേജ് സഹിതം നമ്മുടെ മൈൻഡിൽ കിടക്കും. സെയിം എൻ്റെ മൈൻഡിൽ ഇമേജ് സഹിതം കിടക്കുന്ന ഒരു കാര്യമാണ്. ആ ടീച്ചർ എന്നെ എല്ലാവരുടെ ഇടയിൽ നിന്ന് 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കുറേ അടിച്ചു എന്നുള്ളത് ശരിക്കും എൻ്റെ മനസ്സിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ്. ഞാനൊരിക്കലും ഞാൻ ചെയ്ത തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റല്ല എന്നല്ല പറയുന്നത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഞാൻ ആ കുട്ടീനെ അങ്ങനെ ഒരു തെറി വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെ ആയിരിക്കാം. പക്ഷേ അതിന്റെ ഒരു സീരിയസ്നെസ് ഇങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഇത്രമാത്രം എല്ലാവരുടെ ഇടയിലിട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് തല്ലാൻ മാത്രമുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു അതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അപ്പോൾ അതെനിക്ക് ഒരിക്കലും ആ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് അംഗീകരിക്കാനേ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇതുപോലെ ഒരു അനുഭവം എൻ്റെ അനിയത്തിക്കും സെയിം ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് 1ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, അല്ലെങ്കിൽ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരുപാട് അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും അറിയുന്ന പ്രായമല്ലല്ലോ. അന്നേരം നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. സോ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലത് വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും വായിക്കാൻ അറിയില്ല. അത് ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. പക്ഷേ അവൾക്ക് കുറച്ച് കാര്യങ്ങൾ വായിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് വായിക്കാൻ അറിയുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ വളരെ മോശമായിട്ട് അവളെ ട്രീറ്റ് ചെയ്യും, എല്ലാവരുടെയും മുന്നിൽ കളിയാക്കുക, പുച്ഛിക്കുക. അതൊക്കെ പോരാത്തതിന് ഒരു ദിവസം എൻ്റെ അമ്മ അവിടെ ചെന്ന സമയത്ത് ടീച്ചർ അമ്മയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ പെൺപിള്ളേരാണ്, അതുപോലെ ഇവരൊക്കെ പെൺപിള്ളേരാണ്, ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ചിലവർ നമ്മൾ കൊടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെ നന്നാവുക, എങ്ങനെ ജീവിക്കുക. ചിന്തിക്കണം, 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കുറച്ച് അക്ഷരങ്ങൾ വായിക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് വരുന്നു എന്നുള്ളതിന്റെ പേരിൽ ആ കുട്ടി ഭാവിയിൽ, അതായത് ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് ആ കുട്ടി ഒരു ഇവിടെ പോകേണ്ടതാണ്, ഒരു കല്യാണം കഴിഞ്ഞ് പോകേണ്ടതാണ്. ഇവർക്കൊക്കെ കൊച്ചായി കഴിഞ്ഞാൽ സെറിലാക്ക് വാങ്ങാനുള്ള കാശിന് വരെ നമ്മുടെ അടുത്ത് ഇറക്കേണ്ടി വരും. ടീച്ചർ പറഞ്ഞ സെയിം ഡയലോഗാണ് കേട്ടോ. എൻ്റെ അമ്മ അത് റിപ്പീറ്റ് ആയിട്ട് ഈ അടുത്ത് വരെ പറഞ്ഞൊരു കാര്യമാണ്. അവൾ അന്ന് അങ്ങനെ പറഞ്ഞു, സെറിലാക്ക് വരെ വാങ്ങാനുള്ള കാശിന് വരെ ഇറക്കേണ്ടി വരുമെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ വാക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത്. 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അക്ഷരം വായിക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് വരുന്നു എന്നുള്ളതിനർത്ഥം ആ കുട്ടി ഫ്യൂച്ചറിൽ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിയുടെ കൊച്ചിന് സെറിലാക്ക് വാങ്ങാൻ സ്വന്തം അച്ഛൻ്റെ അമ്മടുത്ത് വന്ന് ഇറക്കും എന്നൊന്നും പറയേണ്ടത് ഒട്ടും ആവശ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ നമുക്കൊരു ലെവലിൽ നമുക്കൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മനസ്സിലായി ആ ടീച്ചർ ആ വാക്കിന് ഒട്ടും അർഹയല്ല. ഇത് എനിക്കോ എൻ്റെ അനിയത്തിക്കോ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമല്ല. ഒരുപാട് കുട്ടികളോട് ടീച്ചർ സെയിം റിയാക്ഷനാണ്, എല്ലാവരോടും, മിക്ക കുട്ടികളോടും. അതായത് ടീച്ചർക്ക്
കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അതായത് അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിത്തെ, അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് കുറച്ച് അപ്പറായിട്ട് നിൽക്കുന്ന ആൾക്കാരും, ആ കുട്ടികളോടൊക്കെ ടീച്ചർ വളരെ നല്ല രീതിയിലാണ് പെരുമാറാറുള്ളത്. ഭയങ്കര അവർക്കൊക്കെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരിക്കും. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആനുവൽ ഡേ വന്നു എന്ന് വിചാരിക്കുക. സ്കൂളിൽ ഒരു ആനുവൽ ഡേ വരുന്ന ടൈമിൽ അതായത് ഈ നല്ല നല്ല ക്യാരക്ടറുകൾ, ഇപ്പം ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ ആ നാടകത്തിലെ ദേവത അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല ക്യാരക്ടറുകൾ ഉണ്ടാവും, രാജാവ്, രാജാവിന്റെ റാണി, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ക്യാരക്ടറൊക്കെ ടീച്ചർ അതേപോലുള്ള കുട്ടികൾക്ക് കൊടുക്കുക. അതായത് ഒന്നില്ലെങ്കിൽ അപ്പർ കാസ്റ്റിലുള്ള കുറച്ച് കുട്ടികൾ, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ആ ഒരു ക്യാരക്ടർ കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം, ഗ്രൂപ്പ് ഡാൻസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിർത്തുന്നതൊക്കെ ടീച്ചറുടെ മകളും ആ ടൈമിൽ ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. സോ ടീച്ചറുടെ മകള്, അതുപോലെ അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ, ആ ടീംസിനെ മാത്രം ഫ്രണ്ടിൽ നിർത്തുക, അല്ലാത്തവരൊക്കെ കുറച്ച് ബാക്കിൽ നിർത്തുക. അങ്ങനെ മൊത്തത്തിൽ ടീച്ചർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് കയറ്റും. അതേസമയം ബാക്കിയുള്ള കുട്ടികളെ അതേ രീതിയിൽ താഴ്ത്തും. എല്ലാ അർത്ഥത്തിലും ടീച്ചർ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഒരിക്കലും ഇതൊക്കെ മറ്റുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പേഴ്സണലി എന്റെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോ എല്ലാ അർത്ഥത്തിലും ഞാൻ പറയാം, ആ ടീച്ചർ ഒരിക്കലും ടീച്ചർ എന്നുള്ള വാക്കിന് അർഹമല്ല എന്ന് മാത്രമല്ല, ആ ടീച്ചർക്ക് യാതൊരു, അതായത് BEd കഴിഞ്ഞു അല്ലെങ്കിൽ കുറച്ചു കാലം സ്കൂളിൽ പഠിപ്പിച്ചു, കോളേജ് പഠിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരൊരിക്കലും ഒരു ടീച്ചർ ആവാൻ അർഹയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി എന്റെ ചിന്താഗതിയുടെ പ്രശ്നമാവാട്ടോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെയൊക്കെ പ്രശ്നമായിരിക്കാം. പക്ഷെ എനിക്ക് ഓക്കെയാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതെനിക്ക് LP സെക്ഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ. അതേസമയം തന്നെ അവിടെ 3ലും 4ലൊക്കെ സാറുമാരായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയാലോ, എന്നെ ഇത്രയും കാലം പഠിപ്പിച്ചതിൽ സാറുമാരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാ സാറുമാരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. എനിക്ക് അപ്പം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫീമെയിൽ ടീച്ചേഴ്സിനാണ് കുറച്ച് കൂടുതൽ ഹെഡ് വെയിറ്റും അല്ലെങ്കിൽ കുറച്ച് അരഗന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുക മിക്കതും ഫീമെയിൽ ടീച്ചേഴ്സ് ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് കഴിഞ്ഞു നമ്മൾ 5, 6, 7 UP സെക്ഷനിലോട്ട് കടന്നു. ഞാൻ അത്രയും കാലം മലയാളം മീഡിയം പഠിച്ച ഒരാൾ പെട്ടെന്ന് UP സെക്ഷനിലോട്ട് പോയപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോയി. എനിക്ക് ABCD പോലും അറിയണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് ABCD പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. ഡയറക്റ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോയത്. ആ സ്കൂളിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടൂ, അതുപോലെ ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. മലയാളം പീരീഡ് മാത്രം മലയാളം സംസാരിക്കാം, ബാക്കി എല്ലാം ഇംഗ്ലീഷിൽ. സത്യം പറഞ്ഞാൽ മലയാളം പീരീഡ് എനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം എനിക്കാകെ സംസാരിക്കാൻ അറിയുന്നത് മലയാളത്തിലാണ്, അത് സംസാരിക്കാൻ പറ്റുന്നത് മലയാളം പീരീഡ് ആണല്ലോ. സോ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആയിപ്പോയി ആ സമയത്ത്. കാരണം എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പാടൂ. ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും, അല്ല മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ടോട്ടലി നമ്മൾ എന്തായിപ്പോയി, സംസാരമൊക്കെ കുറയാൻ തുടങ്ങി. ഓക്കെ, ഞാനിപ്പോൾ അതിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്, ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കേട്ടോ. പുള്ളിക്കാരി അത്യാവശ്യം നന്നായിട്ട് തല്ലും, പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ തല്ലും, തെറ്റ് കാണിച്ചാൽ തല്ലും. ടീച്ചർ ഒരു വടി എടുത്തിട്ടാവില്ല, ടീച്ചർ നന്നായിട്ട് തല്ലും. അതായത് യാതൊരു ദയില്ലാതെ തല്ലാന്ന് പറയല്ലേ, അങ്ങനെയൊക്കെ തല്ലും. എന്നിരുന്നാൽ കൂടെ ആ ടീച്ചർ ശരിക്കും ഒരു ബെസ്റ്റ് ടീച്ചറാണ്. കാരണം പഠിപ്പിക്കുന്നതായിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഒരു മലയാളം മീഡിയത്തിൽ നിന്ന് ഡയറക്റ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോയതാണ്. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എഴുതാനും വായിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ആ ടീച്ചർ എന്നെ ഒരുപാട് തല്ലിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും തരുമ്പോൾ എന്നെ മാത്രം ആ മോളിൽ ഇരുന്നോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്കും തലക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ ടീച്ചർ നമ്മളെ പേഴ്സണലി വിളിച്ചിട്ട് ഇതിങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ, ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു നമുക്ക് നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. തല്ലും അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കും എന്നുള്ളതല്ല ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ. അത് മാത്രമല്ല, തല്ലുന്നതിലും ശിക്ഷിക്കുന്നതിലും അല്ല കാര്യം. പക്ഷേ ടീച്ചറിന് ഒരു ബിഹേവിയർ ഉണ്ട്. ആ ടീച്ചർ അത്രയും നല്ലൊരു ടീച്ചറായിരുന്നു, ഞാൻ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. പുള്ളിക്കാരി ഇപ്പോൾ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ടീച്ചർ ശരിക്കും ഒരു അടിപൊളി ടീച്ചറായിരുന്നു. അതേപോലെ തന്നെ ആ സ്കൂളിൽ തന്നെ സയൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് സ്കൂളാണല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സ് മാറി വന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇതേപോലെ തന്നെ ഞാൻ അത്യാവശ്യം നല്ല മെലിഞ്ഞ ഹൈറ്റുള്ള ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്കിങ്ങനെ ബെഞ്ച് റൊട്ടേഷൻ വരുമല്ലോ. റൊട്ടേഷൻ വരുന്ന സമയത്ത് നമ്മളിരിക്കുന്ന ബെഞ്ച് ഫ്രണ്ടിലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ ആ ടീച്ചർ ഒരു തവണ എൻ്റെ അടുത്ത്, നീ ഭയങ്കര തോട്ടിയാണ്, മര്യാദയ്ക്ക് ബാക്കിൽ എങ്ങാനും പോയിരിക്കും. അതായത് നമ്മളിങ്ങനെ ആട്ടുന്ന കണക്ക്, നീ ബാക്കിൽ എങ്ങാനും പോയിരിക്കും, നീ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിലുള്ളവർക്കൊന്നും കാണണ്ടേ. എന്തോ ഞാനെന്തോ ആർക്കും കാണാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ വന്നിരുന്ന കണക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ വല്ല കുട പിടിച്ച് മറച്ച് നിൽക്കുന്ന കണക്കൊക്കെയാണ് ടീച്ചർ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്നെ ഒരുമാതിരി ആട്ടുന്ന കണക്ക് പറഞ്ഞിട്ട് എന്നെ ബാക്കിലിരുത്തി. അത് മര്യാദയ്ക്ക് നിനക്കൊന്ന് ബാക്ക് പോയിരുന്നൂടെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ കൂടെ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഭയങ്കര തോട്ടിയാണ്, നീ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്നവർക്കൊന്നും കാണില്ല, ബാക്കിലെങ്ങാനും പോയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അതേപോലെ തന്നെ ടീച്ചർ, എനിക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അത്ര അറിയില്ല എന്നുള്ളതുകൊണ്ട് ടീച്ചർ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഒരു ദിവസം ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ടീച്ചർക്ക് എതിരെ കംപ്ലൈന്റ് ചെയ്യുന്നു. അങ്ങനെ എങ്ങാണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നു, വീട്ടിൽ പോയി പറയുന്നു എന്തോ പറഞ്ഞു. ഞാൻ കരഞ്ഞതോടുകൂടെ ടീച്ചർ വേഗം അങ്ങ് ഒതുങ്ങിയിട്ട്, അയ്യോ മോളെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, നീ കരയണ്ട, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ടീച്ചർ അങ്ങ് വേഗം മാറി. ഓക്കെ, മേ ബി ടീച്ചർ ഒന്നും ഉദ്ദേശിക്കാതെ ആയിരിക്കാം ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എനിക്ക് പക്ഷേ ടീച്ചർക്ക് അങ്ങനെ അത്ര ദേഷ്യം വെറുപ്പ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ടീച്ചർ അത് ചെയ്തത്, അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്നെ 1ാം ക്ലാസ്സിൽ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞില്ല, അത്രമാത്രമൊന്നും എനിക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ആ ടീച്ചർ ഒരു ടീച്ചർ ആവാനുള്ളതൊന്നും അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ടീച്ചർ അങ്ങനെ ചെയ്തത് ഒരു തെറ്റായിട്ട് മാത്രമേ എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ ടീച്ചർ നന്നായി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു, നല്ല ടീച്ചറൊക്കെ തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് UP സെക്ഷനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ നേരെ ഹൈസ്കൂളിലോട്ട് എത്തിയപ്പോഴത്തേക്കൊക്കെ അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷൊക്കെ ഒരു വശം വന്നു. സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ഈ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടൂ, ഫുൾ ഇംഗ്ലീഷ് എന്നുള്ളത് അതിന്റെ ലൈഫിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് എനിക്ക് കിട്ടിയത് ആ സ്കൂളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം വശം വന്നു. സംസാരിക്കാനായാലും കാര്യങ്ങൾ എഴുതാനായാലും യാതൊരു ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാനൊക്കെ, ഒരുപാട് വൃത്തിയായിട്ടെന്നല്ല എന്നാലും കുറച്ചൊക്കെ സെറ്റായിട്ട് 8ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും വന്നു. 8ൽ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറയാനുള്ളത് ഞങ്ങളുടെ മാത്സ് ടീച്ചർ. ഒരു രക്ഷയില്ല, അടിപൊളി ടീച്ചറായിരുന്നു. എന്താ പറയുക, സത്യം പറഞ്ഞാൽ മാത്സ് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്, എനിക്കൊരു പേടി സ്വപ്നം തന്നെയാണ്. പക്ഷെ ആ ടീച്ചർ വളരെ നമുക്ക് യാതൊരു മടുപ്പും കൂടാതെ ഭയങ്കര അടിപൊളിയായിട്ട്, ടീച്ചർ ഭയങ്കര സൂപ്പർ. എനിക്ക് ആ ടീച്ചറെ എനിക്ക് എന്താ അറിയത്തില്ല, എനിക്ക് സ്മിത ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. കാരണം പുള്ളിക്കാരി നമ്മളെ പഠിപ്പിക്കുന്ന രീതി ആയിക്കോട്ടെ, നമുക്ക് ഇന്നും ഓരോ ഇക്വേഷൻസും നമ്മുടെ മനസ്സിലിങ്ങ് പതിഞ്ഞു കിടക്കുന്നുണ്ട്. ചില ഇക്വേഷൻസ് ഒക്കെ അത് ആ ടീച്ചറുടെ കഴിവാണ്. കാരണം ടീച്ചർ ഇങ്ങനെ നമുക്ക് അത്രയും നല്ല വൃത്തിയായിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്, ചില ടീച്ചേഴ്സ് ഭയങ്കര റൂഡൊക്കെ ആയിരിക്കുമല്ലോ, പക്ഷെ ആ ടീച്ചർ അങ്ങനെയൊന്നല്ല, നല്ല അടിപൊളിയായിട്ട് മാത്സ് പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത്ര മാർക്ക് സ്കോർ ചെയ്യാത്ത ഒരു സബ്ജക്റ്റ്. ഞാൻ പേഴ്സണലി മാത്സ് വലിയ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നിരുന്നാൽ കൂടെ ആ ടീച്ചറുടെ ഒരു ക്ലാസ്സും ആ ടീച്ചറുടെ ഒരു ബിഹേവിയറും നമ്മളോടുള്ള ഒരു പെരുമാറ്റവും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ടീച്ചറായിരുന്നേ. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആ ടീച്ചറും ഒരിക്കലും ടീച്ചർ എന്നുള്ള വാക്കിന് അർഹയാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ ഞാൻ പറയുള്ളൂ. കാരണം പുള്ളിക്കാരി ഒരു തവണ, അതായത് ഒരിക്കലും ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ആ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു ടൈമിൽ ഈ കുരിശൊക്കെ ഇട്ട് നടക്കുമായിരുന്നു, അതായത് കുരിശിന്റെ പെൻഡന്റ് ഒക്കെ ഇട്ട് നടക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്, കൊന്തയും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈമിൽ ടീച്ചർ ഒരു ദിവസം എന്നെ ഇങ്ങനെ സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാ ഈ കുരിശൊക്കെ ഇട്ട് നടക്കുന്നത്? നമ്മൾ ഹിന്ദുക്കളാണ്, നമ്മൾ ഒരിക്കലും ഇങ്ങനെ കുരിശും കൊന്തയും ഇട്ട് നടക്കാൻ പാടില്ല, നീ അതൊക്കെ റിമൂവ് ആക്കി കേട്ടോ, നീ ഇങ്ങനെ ഇട്ട് നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചറായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടീച്ചർ എല്ലാവരും ഭയങ്കര ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുക. സോ എനിക്കും ആ ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസിനോടൊക്കെ ഭയങ്കര ഷുഗർ കോട്ട് ചെയ്തിട്ട് സംസാരിക്കുക. എൻ്റെ അച്ഛനൊക്കെ പറയും ആ ടീച്ചർ സൂപ്പറാണ്. അതേസമയം എൻ്റെ അമ്മ മാത്രം പറഞ്ഞിട്ടുണ്ട് ടീച്ചർ അത്ര ശരിയല്ല, അത് എൻ്റെ അമ്മ മാത്രം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അമ്മയോട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ പറയുക ടീച്ചറെ പറ്റി, ആ ടീച്ചർ സൂപ്പറാണ് അങ്ങനെ ഇങ്ങനെ കൂടി ഞാൻ എൻ്റെ അമ്മയോട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അമ്മ വാസ് റൈറ്റ് എന്ന് എനിക്ക് ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ ഇതേപോലെ ഈ ഒരു റിലീജിയൻ ബേസിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുരിശിട്ട് നടക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൽ ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ പൊതുവെ ഭൂരിഭാഗം ഹിന്ദുസ് തന്നെയായിരിക്കും. ഞാൻ ഒരിക്കലും ഇപ്പോൾ റിലീജിയൻ ബേസിൽ പറയല്ല, ബട്ട് ഈ ഒരു ഇൻസിഡന്റ് പറയണമെന്നുണ്ടെങ്കിൽ ഇത് പറയാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ പുള്ളിക്കാരി ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ മുസ്ലിംസ് ആയിട്ടും ക്രിസ്ത്യൻസ് ആയിട്ടൊന്നും കൂട്ടുകൂടണ്ട, നമ്മൾ ഹിന്ദുക്കളാണ്. ഇവിടെ എൻ്റെ അച്ഛനും ഒരു തവണ PT മീറ്റിംഗ് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഹിന്ദുക്കളാണ്, അവർ നമ്മളെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും, നമ്മളൊന്നും അവരോട് അങ്ങനെ കൂട്ടുകൂടാൻ പാടില്ല. ഇവളിങ്ങനെ കുരിശൊക്കെ ഇട്ട് നടക്കുന്നുണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇവളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് തോന്നിപ്പോയി. കാരണം ഈ പ്രായത്തിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും. ഞാൻ അവളോട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കുരിശൊന്നിട്ട് നടക്കരുത് എന്നൊക്കെ എൻ്റെ അച്ഛനോട് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അതൊരു പ്രശ്നമൊന്നുമല്ല കേട്ടോ. പക്ഷേ ടീച്ചർ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഞാൻ പിന്നെ കുരിശൊക്കെ കഴിച്ചു. കാരണം അതൊരിക്കലും അവരെന്നെ കൺവേർട്ട് ചെയ്യുമെന്ന് മേടിച്ചിട്ടല്ല, പക്ഷേ ടീച്ചറോടുള്ള ഒരു ഇഷ്ടം കാരണം ടീച്ചർ പറഞ്ഞതല്ലേ, അത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കൊന്തയും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നമ്മൾ ഹിന്ദുക്കളാണ്, അവർ അങ്ങനെയാണ്, അവരിങ്ങനെ നമ്മളെ കൺവേർട്ട് ചെയ്യാൻ നോക്കും, നമ്മൾ ആ ലെവലിലേ നമ്മൾ കൂട്ടുകൂടാൻ പാടുള്ളൂ, അങ്ങനത്തെ ഒരിക്കലും ഒരു ടീച്ചർ പറയാൻ പാടില്ലായിരുന്നു. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരിക്കലും ഒന്നാമത്തെ കാര്യം, കുട്ടികളുടെ ഇടയിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ മതം കുത്തിവെക്കാൻ ആ ടീച്ചർ ചെറിയ രീതിയിൽ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരെന്നെ കൺവേർട്ട് ചെയ്യാൻ നോക്കി, അവർ മുസ്ലിമും ക്രിസ്ത്യൻസും ആണ്, അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവർ കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഹൈസ്കൂൾ സെക്ഷൻ കഴിഞ്ഞു, ഹയർ സെക്കൻഡറി എത്തി, കോളേജ് എത്തി. എന്നിട്ടൊക്കെ ഞാൻ ടീച്ചറോട് നല്ല കോൺടാക്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ ഗാഥ, അവൾ വഴിയൊക്കെയാണ് ആ ടീച്ചറുടെ റിയൽ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ആ ടീച്ചർ എന്നോട് ഈ പറഞ്ഞ കുട്ടികളെ പറ്റിയിട്ടൊക്കെ നെഗറ്റീവായിട്ടല്ലേ പറയാം, അവരങ്ങനെയോ അവരിങ്ങനെയോ. സെയിം തന്നെ എന്നെ പറ്റിയിട്ട് ടീച്ചർ അവരോടും അവരുടെ ഫാമിലിയോടും വളരെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മ് തല്ലിക്കുക എന്ന് പറയില്ലേ, ആ ഒരു കണക്കായിരുന്നു. സോ അതൊക്കെ ഞാൻ ഗാഥ വഴിയാണ് അറിയുന്നത്. അതായത് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റു കുട്ടികളോട് നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് മറ്റു കുട്ടികളെ പറ്റി എങ്ങനെയാണോ പറഞ്ഞിരുന്നത് സെയിം അവരോട് തിരിച്ചും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടീച്ചർ പലരോടും, അതിപ്പോൾ ഞങ്ങളുടെ കേസിൽ മാത്രമല്ല പല കുട്ടികളോടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ടീച്ചർ പലതവണ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പല കുട്ടികൾ വഴി, ഗാഥ വഴി മാത്രമല്ല വേറെ കൂടെ പഠിച്ച വേറെ കുട്ടികൾ വഴിയൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ആ ടീച്ചറോട് സത്യം പറഞ്ഞു, അയ്യോ ഞാൻ ഈ ടീച്ചറെ ആണല്ലോ ഇത്രയും കാലം എൻ്റെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയോടൊക്കെ തർക്കിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയി. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് അമ്മ വാസ് റൈറ്റ്. അമ്മ ടീച്ചറെ കണ്ടപാടെ പറഞ്ഞു ആ ടീച്ചർ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവള് ഭയങ്കര എന്തൊക്കെയോ ഒരു പൊങ്ങച്ചൊക്കെ പറയുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നിയത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ സത്യമാണെന്ന് എനിക്ക് പിന്നെ കേട്ടോ മനസ്സിലായത്. അത് കഴിഞ്ഞു നമ്മൾ നേരെ ഹയർ സെക്കൻഡറിയിൽ ഒത്തെത്തി. ഹയർ സെക്കൻഡറിയിൽ എല്ലാ ടീച്ചേഴ്സും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ടീനേജ് ആവുന്ന ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര അരഗന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മളോട് ഇങ്ങനെ മത്സരിക്കുന്ന കണക്കൊക്കെ ചില ടീച്ചേഴ്സ് നിൽക്കുക എപ്പോഴും ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ നമ്മളൊരു ടീനേജ് ലെവലിലാവുമ്പോഴാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
എനിക്കങ്ങനെ എന്നോട് അങ്ങനെ ഒരുപാട് അരഗൻ്റായിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എനിക്കങ്ങനെ ലൈഫിൽ വന്നിട്ടില്ല. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹയർ സെക്കൻഡറി എത്തിയപ്പോൾ ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സൊന്നും അങ്ങനെ എനിക്ക് അടിപൊളി എന്ന് പറയാനുള്ള ടീച്ചേഴ്സും ഇല്ല, എന്നാൽ മോശം എന്ന് പറയാനുള്ള ടീച്ചേഴ്സും ഇല്ല. ടീച്ചേഴ്സ് നമുക്കങ്ങനെ ഒരു ആവറേജിൽ പോകുന്ന അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ ഹയർ സെക്കൻഡറി എത്തിയ സമയത്ത് ഒരു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. +1 +2 മാത്സിന് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. യൂസഫ് എന്നാണ് സാറിൻ്റെ പേര്. ഞാൻ ആ സാറിനെ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല. എനിക്കറിയില്ല, ഞാൻ മാത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും തല പുകഞ്ഞ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, എനിക്കൊന്ന് വെറുപ്പ് പിടിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന റോള് ആ സാറിന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാത്സിൽ എപ്പോഴും മാർക്ക് കുറയുന്ന, അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുമ്പോൾ അയ്യോ മാത്സ് എന്ന് പറഞ്ഞിരുന്ന ഞാൻ +1 +2 നല്ല മാർക്ക് വാങ്ങി മാത്സിൽ. അതായത് ആ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെ ടോപ്പ് മാർക്ക് എനിക്കായിരുന്നു. അത്യാവശ്യം നല്ല മാർക്ക്, ഡബിൾ പാസ് വാങ്ങി, അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് 80ൽ 70 സംതിങ് എങ്ങാണ്ട് +1 ഞാൻ നേടിയെടുത്തു. അത്രയും ടോപ്പ് മാർക്കിലോട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കുന്തം അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ ടോപ്പ് മാർക്കിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച മാത്സ് ടീച്ചറുടെ കഴിവല്ല, എന്നെ ട്യൂഷന് പഠിപ്പിച്ച മാത്സ് സാറിന്റെ കഴിവാണ്, യൂസഫ് സാറിന്റെ കഴിവാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പുള്ളിക്കാരൻ എന്നെ വളരെ നന്നായിട്ട്, വളരെ ബേസ് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും, രാവിലെ 7 മണിക്കാണ് ട്യൂഷൻ, 7 മണി to 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ എത്ര നേരം വേണമെങ്കിൽ സാറിന് വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ 7 മണിക്ക് പോകും, എന്നിട്ട് ഒരു 10 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിലോട്ട് വരും, ഫുഡ് കഴിക്കും, വീണ്ടും പോകും, എന്നിട്ട് ഒരു 1 മണി 1:30 വരെയൊക്കെ ഇരുന്ന് പഠിക്കും. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സാർ എനിക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും. എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീൽ ചെയ്യാം, മാത്സിനെ നമുക്ക് എങ്ങനെ പേടിയില്ലാതെ ആക്കാം എന്നുള്ള രീതിക്ക് ആ സാറ് ശരിക്കും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി +1 +2 മാത്സിൽ നല്ല മാർക്ക് വരുന്നത് കേട്ടോ. എനിക്ക് അറിയില്ല, ഇപ്പോഴും എൻ്റെ വീട്ടുകാരുടെ വിചാരം എനിക്ക് മാത്സിൽ ഭയങ്കര ബുദ്ധി ആയതുകൊണ്ടാണ്. ഞാനത് എനിക്ക് BSc മാത്സിന് സീറ്റ് കിട്ടിയ സമയത്തടക്കം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഈ BSc മാത്സ് എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം എനിക്ക് മാത്സിൽ വലിയ കഴിവൊന്നുമില്ല. ഞാൻ മാത്സിൽ മാർക്ക് വാങ്ങിയിട്ടുള്ളത് യൂസഫ് സാറിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടും, യൂസഫ് സാർ എന്നെ ഇത്രയും നല്ലതായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു പ്ലീസ് BSc മാത്സ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതാണ് അലോട്ട്മെന്റിൽ വന്നതും അതാണ്. പിന്നെ ഞാൻ അങ്ങനെ പോയി, പിന്നെ MSc എടുത്തു, അതങ്ങനെ പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ സാറ് ഞാൻ ഒരിക്കലും എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, ഞാൻ ഒരുപാട് നന്ദിയോടുകൂടെ ഓർക്കുന്ന ഒരു സാറാണ് യൂസഫ് സാർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറ് ചീത്ത പറയും, ഒരുപാട് ഷൗട്ട് ചെയ്യും. പക്ഷേ ആ സാറ് സത്യം പറഞ്ഞാൽ എത്ര അടിപൊളിയായിട്ടാണ് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര അടിപൊളിയായിട്ടാണ് മാത്സ് പറഞ്ഞിരുന്നതെന്ന് അറിയാം. നമുക്കിങ്ങനെ ഒരിക്കലും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്നല്ല, നമുക്കിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മാത്സിന്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഇങ്ങനെയാണ് മാത്സിൽ ഇത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകും, അതാണ് മൊത്തത്തിൽ നമുക്ക് എന്താ മാത്സിനോടുള്ള പേടി പോയിട്ട് മാത്സിനോടൊരു ഇഷ്ടം വരാൻ തുടങ്ങും. മനസ്സിലായോ? ആ ഇഷ്ടത്തിന്റെ പുറത്ത് തന്നെ ആയിരിക്കാം എനിക്ക് മാത്സിൽ നല്ല മാർക്ക് കിട്ടിയതും. ഞാനിപ്പോൾ എൻ്റെ പാരൻസിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ BSc മാത്സ് അല്ലെങ്കിൽ MSc മാത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാറ് അതായത് ആ സാറ് അല്ലാതെ വേറൊരാൾ എന്നെ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഒരു സ്മിത ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒബ്വിയസ്ലി 10ാം ക്ലാസ്സിലെ കാര്യങ്ങൾ വളരെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ ടീച്ചർ മാത്സിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ അതിനേക്കാൾ കൂടുതൽ മാത്സ് എന്ന് പറഞ്ഞാൽ പേടിക്കാനുള്ള ഒരു സംഭവമല്ല. മാത്സ് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഭയങ്കര അടിപൊളിയാണ്, സ്മൂത്ത് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നുള്ള രീതിക്ക് നമ്മളെ അങ്ങോട്ട് എത്തിച്ചെടുത്തത് യൂസഫ് സാർ ആയിരുന്നു കേട്ടോ. സോ ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്, യൂസഫ് സാർ വളരെ അടിപൊളിയാണ്. പുള്ളിക്കാരൻ അങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോൾ വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ ക്ലാസ്സിലോട്ട്, അതായത് ആദ്യം +1 എൻ്റെ വീടിനടുത്തായിരുന്നു ട്യൂഷൻ. ആ സമയം അവിടെയായിരുന്നു സാർ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാർ കുറച്ച് ദൂരത്തോട്ട് മാറി. അപ്പോൾ ഞാൻ ബസ്സൊക്കെ കാത്തിക്കുമ്പോൾ സാർ ബൈക്കിൽ വരുമ്പോൾ സാർ എന്നെ കൂട്ടിയിട്ട് പോകും. അതുപോലെ ഇറക്കി വിടാൻ, അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴും സാർ എന്നെ ഇങ്ങോട്ട് ഇറക്കി തരും. അങ്ങനെയൊക്കെ ചെയ്യും. ഭയങ്കര നല്ല സാറായിരുന്നു കേട്ടോ. എനിക്ക് അറിയത്തില്ല, യൂസഫ് സാർ എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ്. ഞാൻ അത്രയും കോളേജിലെ ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി കോളേജിലെ ടീച്ചേഴ്സ് നന്നായിട്ടാണ് തോന്നിയത്. അതായത് ചിലവർക്ക് ഒരു ഹെഡ് വെയിറ്റ് ഒക്കെ ഉണ്ടാവും, പ്രൊഫസറാണ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെയുള്ള ആ ഒരു ലെവലിലുള്ള വളരെ ചെറുപ്പത്തിൽ ഗവൺമെന്റ് കോളേജിൽ കയറുക, ഈ ഗ്രീൻ ഇങ്കിൽ സൈൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഹെഡ് വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ഒരിക്കലും പറയുന്നത് മെയിൽ ടീച്ചേഴ്സിന്റെ കാര്യമല്ല, ഫീമെയിൽ ടീച്ചേഴ്സിന് കുറച്ച് ഹെഡ് വെയിറ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ 1-2 ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ എല്ലാ ടീച്ചേഴ്സും അടിപൊളിയായിരുന്നു, പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെന്റിന്റെ കാര്യത്തിലായാലും. അറ്റാച്ച്മെന്റ് എന്ന് പറയാൻ അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഒന്നും ടീച്ചേഴ്സുമായിട്ട് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നില്ല, കോളേജ് ടീച്ചേഴ്സുമായിട്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ അവർ നമ്മളെ അങ്ങ് ഒരുമാതിരി പുച്ഛിക്കുന്ന, പാര വയ്ക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ടീച്ചേഴ്സും ആയിരുന്നില്ല. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നല്ലതും ചീത്തയായിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മളെ കുറേ ടീച്ചേഴ്സ് പഠിപ്പിക്കുമല്ലോ. ഇപ്പോൾ ഈ നഴ്സറി തൊട്ടിട്ട് MSc വരെ നമ്മളെ ഒരുപാട് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിന്റെ പേര് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിന്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ആ ടീച്ചർമാർക്കൊക്കെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത പോസിറ്റീവുമാണ്, അതേപോലെ തന്നെ ചില ടീച്ചേഴ്സിന് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രത്യേകതകളും ഉണ്ട്. സോ എൻ്റെ ലൈഫിൽ ടീച്ചർ എന്ന വാക്കിന് അർഹരേ അല്ല എന്ന് തോന്നിയ കുറച്ച് ടീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ടീച്ചർ എന്ന് പറയുമ്പോൾ ദ ബെസ്റ്റ്, അവരെ നമുക്ക് അക്ഷരം തെറ്റാതെ ടീച്ചർ എന്ന് വിളിക്കാം എന്നുള്ള കുറച്ച് ടീച്ചേഴ്സും ഉണ്ട്.
നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതായത് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള അങ്ങനെയാണോ? എനിക്ക് എന്തായാലും എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അതേപോലെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഈ ഗുരുത്വം വേണം, അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം, ദൈവത്തിന്റെയും മുകളിലാണ് ഒരു ഗുരു, അങ്ങനെയൊക്കെയുള്ള രീതിക്കൊക്കെയുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പേഴ്സണലി അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചറുടെ ബിഹേവിയർ എന്നാണ് ആ ടീച്ചർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണോ അല്ലെങ്കിൽ ആ ടീച്ചറെ നമ്മൾ സ്നേഹിക്കണോ, ആ ടീച്ചർ എന്താണ് അർഹിക്കുന്നത് എന്നുള്ളത് ആ ടീച്ചറുടെ ബിഹേവിയറിന് വരുന്നതാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു, ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് അക്ഷരം തെറ്റാത്ത ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റുന്ന വളരെ ബെസ്റ്റ് ആയിട്ടുള്ള, ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ടീച്ചേഴ്സും ഉണ്ടായിട്ടുണ്ട്. സെയിം പോലെ തന്നെ ഇതുപോലൊരു ടീച്ചർ എന്ന് തോന്നിക്കുന്ന രീതിക്ക് ഇവരൊക്കെ ടീച്ചറാണോ, ഇവർക്കൊക്കെ ടീച്ചറാവാൻ എന്ത് യോഗ്യതയുള്ളേ എന്ന് തോന്നിക്കുന്ന രീതിക്കുള്ള ടീച്ചേഴ്സും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ അത് അവരുടെ ബിഹേവിയർ എന്നാണ്. നമ്മളപ്പോൾ എല്ലാ ടീച്ചർമാരെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരേപോലെ ഗുരു ആണെന്നുള്ള രീതിക്ക് ഇതൊരിക്കലും ഞാനൊരു ഗുരുത്വദോഷം പറയുക അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ടീച്ചറുടെ ഭാഗത്തുനിന്ന് എല്ലാ ടീച്ചർമാരും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ടീച്ചറായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചർ ആവാൻ വേണ്ടി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെ കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് ടീച്ചറായി മാറുക. അതായത് ഇപ്പം ഞാൻ പറഞ്ഞതിൽ വളരെ അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓർത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ ടീച്ചേഴ്സില്ലേ, ആ ടീച്ചറിൽ ഒരാളാവാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് പകരം വളരെ മോശമായിട്ടുള്ള ടീച്ചർ എന്നുള്ള വാക്കിന് പോലും അർഹയല്ല എന്ന് ഒരാൾക്ക് തോന്നുന്ന വിധത്തിലുള്ള ടീച്ചർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളൊരു ടീച്ചർ ആവുന്നുണ്ടെങ്കിൽ ഒരു നല്ല ടീച്ചർ ആവുക. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഇത് ഞാനിങ്ങനെ എന്തായാലും സ്കൂളൊക്കെ തുറന്നു, അപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ടീച്ചർമാരെ പറ്റി ഒരു വീഡിയോ എടുക്കാം. പിന്നെ ഞാനൊരു വീഡിയോയും കണ്ടായിരുന്നു ഇങ്ങനെ ടീച്ചേഴ്സിനെ പറ്റിയിട്ട് ഒരു ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ആ ചേച്ചി വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. അന്നേരം തന്നെ ഞാൻ ആ ചേച്ചിയുടെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പേഴ്സണലി നന്നായിട്ട് എല്ലാ ടീച്ചർമാരും നല്ല ടീച്ചറാണെന്ന് തോന്നിയിട്ടില്ല എന്ന് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, എന്തായാലും ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ നമുക്കിങ്ങനെ സംസാരിക്കാം എന്ന് ഓർത്തു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അവസാനം വരെ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.